എന്താണ് കേന്ദ്ര സർക്കാരിന്റെ ഈ കാര്യത്തിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള പുതിയ നീക്കമെന്നറിയാൻ ബൽറാം നെടുങ്ങാടി തത്സമയം മോർണിംഗ് ഷോയിൽ വരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ആവർത്തിക്കുന്നത് രാജ്യത്ത് LPG പ്രതിസന്ധി ഇല്ല എന്നും ഒപ്പം തന്നെ LPGയുടെ ആഭ്യന്തര ഉൽപ്പാദനം 30% വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതുമാണ്. കൂടാതെ ഇപ്പോഴുള്ള ഈ പ്രതിസന്ധിക്ക് കാരണം അത് പാനിക് ബുക്കിംഗ് ആണ്, അല്ലെങ്കിൽ ആശങ്കയെ തുടർന്ന് ആളുകൾ കൂടുതൽ ബുക്ക് ചെയ്യുന്നതാണ് എന്നുമാണ്. കൂടാതെ ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി മറ്റ് പരമ്പരാഗത മാർഗങ്ങളിലേക്ക് വിറക്, മണ്ണെണ്ണ, ബയോമാസ് അടക്കമുള്ള മാർഗങ്ങളിലേക്ക് മാറാനുള്ള ആവശ്യമായ ക്രമീകരണങ്ങളും നിർദ്ദേശങ്ങളും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകിയിട്ടുണ്ട്. കൂടാതെ LPG പ്രതിസന്ധിയുള്ളവർ PNGയിലേക്ക്, പൈപ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്ക് മാറാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ അത് ഡൽഹിയിലെ ഒരു ഗ്യാസ് ഗോഡൌണിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ്. അതിരാവിലെ മുതൽ തന്നെ ഇവിടെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള സിലിണ്ടറുകൾക്ക് വേണ്ടി എത്തിച്ചേർന്നവരാണ്. നമുക്ക് കാണാം, വരിയായി പുലർച്ചെ മുതൽ തന്നെ ഇവിടെ ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു. അവർ ദിവസങ്ങളായി കാത്തിരിക്കുന്നവരുണ്ട്. आप कितने देर से वेट कर? 6 बजे के खड़े हुए। 6 बजे कल भी आया था? जी कल भी आए थे। कितने देर वेट किया? 2 घंटे में चला गया था मैं वापस। क्या हो रहा है? नहीं मिल रहा है? मिल रहे हैं, वो लाइन ज़्यादा लंबी तक जा रही है ना, तो मिल रहे हैं, लेट तक मिल रहे हैं सिलेंडर। ठीक है, जब स्टॉक खत्म हो जाता है तो फिर नहीं मिलता है, हमें वापसी होना पड़ता है। कल भी 2 घंटे खड़े रहे, 2.5 घंटे, उसके बाद वापसी हुए। आज सुबह ही मॉर्निंग में 5:30 बजे हमारी रोजे चल रहे हैं, प्रेयर के तैयार करके घर पे भी नहीं बैठे, तुरंत ही यहाँ आ गए सिलेंडर। 5 बजे से सुबह से बैठा हूँ मैं सिलेंडर के लिए। कल भी आया होगा? कल भी आया था, परसों भी आया था, 3 दिन से चक्कर काट रहा हूँ। और कल जाके पर्ची मिली है, तब सुबह इधर आया हूँ मैं 5 बजे से। ഇതിൽ ഇന്നലെയും മിനിഞ്ഞാന്നും ഇവിടെ വന്ന് കിട്ടാതെ മടങ്ങിയ ആളുകൾ ഉൾപ്പെടെയുണ്ട്. ഇന്ന് രാവിലെ 5 മണി മുതൽ കാത്തു നിൽക്കുകയാണ്. രാജ്യ തലസ്ഥാനത്തും പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു. ഗാർഹിക സിലിണ്ടറുകൾക്ക് പോലും ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നു. ആശങ്ക തുടർന്നുള്ള ബുക്കിങ്ങിന് അപ്പുറത്തേക്ക് ജനജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഡൽഹിയിൽ പറയുമ്പോൾ PNG കണക്ഷനുകൾ ധാരാളമുണ്ട്. ഈ പരിസരത്തുള്ള ഫ്ളാറ്റുകളിൽ ഉൾപ്പെടെയെല്ലാം തന്നെ PNG കണക്ഷനുകൾ ഉണ്ട്. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി ഭൂരിഭാഗം പേർക്കും അത്തരത്തിൽ ഈ PNG കണക്ഷൻ എടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പലപ്പോഴും പ്രൈവറ്റ് ഫ്ളാറ്റുകളിലും മറ്റും അത് നൽകുന്നില്ല എന്നത് തന്നെയാണ് അതിനൊരു പ്രശ്നമായി മാറുന്നത്. എന്തായാലും കേന്ദ്രത്തിന്റെ അന്തർമന്ത്രാലയ സമിതി സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്. അതേസമയം തന്നെ ഇന്ന് ഒരു കപ്പൽ കൂടി ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് മുംബൈയിൽ. കൂടാതെ 2 LPG കപ്പലുകൾക്ക് ഈ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളതും നേരിയ ആശ്വാസം നൽകുന്ന വിവരമാണ്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.